മൊബൈലിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണോ നിങ്ങൾ? രഹസ്യങ്ങൾ മൊബൈലിൽ സൂക്ഷിക്കാത്തവരായിട്ട് ആരാണ് ഉള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾ മറുചോദ്യം എന്നോട് ചോദിച്ചേക്കാം. രഹസ്യങ്ങളുടെ കലവറ തന്നെയായിരിക്കും ചില മൊബൈലിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സീക്രട്ട് ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോക്ക് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ മറ്റുള്ള പല ഫയലുകളും, ഓഡിയോസ് അടക്കം നമുക്ക് ഇതിൻ്റെ അകത്ത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഏതാണ് ആ ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതുപോലെ കാണിക്കും. പ്രീമിയം വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അൺലോക്ക്ഡ് ആണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ബേസിക് എന്ന ഭാഗത്ത് തന്നെ 3 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഫോട്ടോസ്, വീഡിയോസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ, അതായത് രഹസ്യമായിട്ട് സൂക്ഷിക്കാനൊക്കെ ആ ഒരു ബേസിക് എന്നുള്ള ഓപ്ഷൻ മാത്രം മതി. ഓക്കെ, മറ്റുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇടതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ഇൻറ്റോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പരസ്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ക്ലോക്കാണ് നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ടൈമാണ് നമ്മുടെ പാസ്വേഡ്. നിങ്ങൾക്ക് ഏത് ടൈമാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത് ആ ഒരു ടൈം ഇവിടെ നിങ്ങൾ പാസ്വേഡായിട്ട് സെറ്റ് ചെയ്യുക. താഴെ അതിൻ്റെ നമ്പർ കാണാൻ സാധിക്കും. ഇപ്പോൾ 1:4 ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തത്. 1:16 ആയി പോകരുത്. ഇവിടെ കൃത്യമായിട്ട് ആ നമ്പർ കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും നടുവിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീ എൻ്റർ കൊടുക്കുക പാസ്വേഡിന്. ഓക്കെ, ഞാനിപ്പോൾ റീ എൻ്റർ കൊടുക്കുകയാണ്. 1:4 തന്നെ കൃത്യമായിട്ട് താഴെ ആ നമ്പർ ശ്രദ്ധിക്കണം കേട്ടോ. 1:4 തന്നെ ഞാനിവിടെ സെറ്റ് ചെയ്യാണ്. നടുവിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമുക്ക് വേണ്ട. നമുക്ക് ഡോൺ അലോ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് പിക്ചേഴ്സ്, അതുപോലെ തന്നെ വീഡിയോസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഹൈഡ് ആയിട്ട്, അതായത് സീക്രട്ട് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇവിടെ പിക്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിക്ചേഴ്സ് ഒന്നുമില്ല. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത്, രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടത്, അതിവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഇമ്പോർട്ട് പിക്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഗാലറി പെർമിഷൻ ഇവിടെ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. അലോ ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കുക. ഓക്കെ, വീണ്ടും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗാലറി മൊത്തം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏത് ഫയലാണ് നിങ്ങൾക്ക് ഇതിൽ സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ടത്, ഏത് ഫോട്ടോസാണ് സൂക്ഷിക്കേണ്ടത്, അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ക്യാമറയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്യാണ്. ക്യാമറ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ക്യാമറയിൽ എടുത്ത ഒരുപാട് ഫോട്ടോസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഇഷ്ടമുള്ള ഫോട്ടോസ്, അതായത് നിങ്ങൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2-3 ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ 3 ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്നത് ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഗാലറിയിൽ വേണ്ടല്ലോ, കാരണം സീക്രട്ടായിട്ട് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഗാലറിയിൽ എന്തിനാണ്? അപ്പോൾ ഇവിടെ ആ ഒരു ബ്ലൂ കളറിൽ ഡിലീറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ആകും. എന്നിട്ട് ഇവിടെ പെർമിഷൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു വാലറ്റിൽ, അതായത് ഈ ഒരു ക്ലോക്കിൻ്റെ അകത്ത് ഈ ഒരു ഫോട്ടോസ് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഗാലറിയിൽ ഈ ഒരു ഫോട്ടോസ് തിരഞ്ഞു പിടിച്ചാൽ കാണില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ബാക്ക് വന്നിട്ട് ഗാലറി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോസ് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണില്ല. വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. അപ്പോൾ സാധാരണ പോലെ ക്ലോക്കാണ് കാണിക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ടൈം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, നമ്മുടെ മൊബൈലിൽ കാണിക്കുന്ന അതേ ടൈം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. പക്ഷേ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നടുവിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, കൃത്യമായിട്ട് ആ ടൈം തന്നെയാണ് കാണിക്കുന്നത്. ശരിക്കും ഒരു ക്ലോക്ക് തന്നെയാണ്. നടുവിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓർമ്മയുള്ള നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 1:4 ഞാനിവിടെ എൻ്റർ ചെയ്തത്. 1:16 ആയിപ്പോയത് കേട്ടോ, കൃത്യമായിട്ട് നോക്കണം. എന്നിട്ട് നടുവിൽ ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ച ഫയലുകളൊക്കെ കാണാനും സാധിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോസ് ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഫയലുകളും ഈ ഒരു ക്ലോക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് വളരെ സീക്രട്ടായിട്ട് ലോക്ക് ഇട്ടിട്ട് സൂക്ഷിക്കാൻ സാധിക്കും.
ഇനി നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ആ ഒരു ഫയൽ തിരിച്ച് ഗാലറിയിലേക്ക് തന്നെ വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോക്ക് ഓപ്പൺ ചെയ്യുക, കൃത്യമായിട്ട് പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നടുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഏതാണ് നിങ്ങൾക്ക് തിരിച്ച് ഗാലറിയിലേക്ക് വേണ്ടത് അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോസ് ആണെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക, മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇടതുവശത്ത് കാണുന്ന അൺലോക്ക് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ഭാഗം തന്നെ സെലക്റ്റഡ് ആണ് ഉള്ളത്, അത് തന്നെ സെലക്ട് ചെയ്യണം. അതിനുശേഷം താഴെ കാണുന്ന വലതുവശത്തുള്ള അൺലോക്ക് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ആ ഒരു വാലറ്റിൽ നിന്നും, അതായത് ക്ലോക്കിൽ നിന്നും അത് അപ്രത്യക്ഷമാകും. നേരെ ഗാലറിയിൽ അത് വന്നിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫയലുകളൊക്കെ ഈ ഒരു ക്ലോക്കിൻ്റെ അകത്ത് രഹസ്യമായിട്ട് സീക്രട്ടായിട്ട് ലോക്ക് ഇട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.